ഈശോപ്പായിക്കും കൃപാസന മാതാവിനും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷേർലി. ഞാൻ കോതമംഗലം രൂപതയിൽ കുളപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് കിട്ടിയ അനുഭവ സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത്. ഒന്നാമതായി ഞാനൊരു വീട് ഉണ്ടാക്കിയായിരുന്നു. അതിന് 40 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ എനിക്കൊരു ലോക്കറ്റും തന്നു. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, ഉപ്പ് പറമ്പിൻ്റെ 4 സൈഡിലും ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ലോക്കറ്റ് പറമ്പിൻ്റെ നടുക്കിൽ കുഴിച്ചിടുകയും ഉപ്പ് പറമ്പിൻ്റെ 4 വശത്തും ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പല പ്രാവശ്യം പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കുവാൻ സാധിച്ചു. എൻ്റെ കടമെല്ലാം വീട്ടിൽ കിട്ടി. രണ്ടാമതായിട്ട് എനിക്ക് 3 വർഷത്തോളമായി അലർജിയുടെ ചുമയുണ്ടായിരുന്നു. ഡോക്ടർമാർ മരുന്ന് തരും, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. നിർത്തിക്കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും ചുമ വരും. ഞാൻ ഇവിടുന്ന് കിട്ടിയ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി തൊണ്ണയെ വരച്ചു പ്രാർത്ഥിക്കുകയും വെഞ്ചിരിച്ച് ഉപ്പിട്ട വെള്ളം കുടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അലർജി എന്ന ചുമ നിശേഷം മാറിക്കിട്ടി. അതിനുശേഷം ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, ചുമ ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, അതില്ല, അത്ഭുതമായിരിക്കുന്നല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എന്നോട് ചോദിച്ചു. മൂന്നാമതായിട്ട് എനിക്ക് 42 സെൻറ്റ് സ്ഥലം കണ്ടമുണ്ടായിരുന്നു. 40 വർഷമായി അത് പോക്കുവരും ഒന്നും ചെയ്തില്ലായിരുന്നു. പേരൻസൊക്കെ മരിച്ചുപോയി. നമ്മളിതിൽ ശ്രദ്ധിച്ചില്ല. പേരൻസൊക്കെ മരിച്ചു പോയി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇതിന് പോക്കുവരും ഒന്നും ചെയ്തിട്ടില്ല. 3 വർഷത്തോളം ഞാൻ താലൂക്കിലും വില്ലേജിലുമായി നടന്ന് ഞാൻ മടുത്തു. അവസാനം താലൂക്കിൽ നിന്ന് വന്ന് ആ കണ്ടമൊക്കെ അളന്നു നോക്കി. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ ഈ സ്ഥലം പൂർവിയുടെ ആരോടെയൊക്കെ പേരിലാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ശരിയല്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് അച്ഛനോട് പറയേ, അച്ഛൻ പറഞ്ഞു, ആ പറമ്പിൻ്റെ 4 വശത്തും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, അതിനുശേഷം ഈ ലോക്കറ്റ് പറമ്പിൽ കുഴിച്ചിടുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. എന്നിട്ട് ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നു. ഞാൻ വില്ലേജ് ഓഫീസിൽ വെഞ്ചിരിച്ച് ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞു, ഒരു അരമണിക്കൂർ കഴിയട്ടെ, ഇത്രയും മനുഷ്യരിവിടെ ഇരിപ്പുണ്ട്, താങ്കൾ കുറേ ദിവസങ്ങളായില്ലേ നടക്കാൻ തുടങ്ങിയിട്ട്, നിങ്ങളവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ 1 മണിക്കൂറോളം ഇരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞു, നിങ്ങളുടെ ഫയൽ ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് ഭയങ്കര നൂലാമാല പിടിച്ച കേസാണ്, പലരുടെ പേരിലൊക്കെയാണ് ഇത് കിടക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചു. എനിക്ക് ആ സ്ഥലം പോക്കുവരവ് ചെയ്ത് കിട്ടി. ഈശോയ്ക്കും മാതാവും തന്ന ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. രക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അവരോട് കാര്യങ്ങളൊക്കെ പറയും. അന്നേരം അവർ പറയും, ചിലർ പറയും ഇതെങ്ങനെയാണ്. ഞാൻ പറയും, ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അവിടെ ഒന്ന് പോകും, അവിടെ വരുന്ന ജനത്തെ കാണുക, അവിടെ കിട്ടുന്ന സാക്ഷ്യങ്ങൾ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞ് പത്രം കൊടുക്കുന്നു. കാരുണ്യപ്രവൃത്തി അവിടെ ഒരു അനാഥ മന്ദിരമുണ്ട്, അവിടെ പൈസയൊക്കെ കൊടുക്കും. എന്നോട് സഹായം ചോദിച്ചു വരുന്നവർക്കെല്ലാം ഞാൻ പറ്റുന്ന കഴിവിൻ്റെ പരമാവധി ഞാൻ സഹായിക്കുകയും ചെയ്യുന്നു. എനിക്കെല്ലാ കൃപകളും തന്ന ഈശോയ്ക്കും മാതാവിനും 1000 കൂടി നന്ദി പറഞ്ഞുകൊണ്ട്. വിലാപങ്ങൾ 3, 24, 25 തിരുവചനങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ഷെർലി ജെയിംസ് എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച 3 വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. 3 വിഷയങ്ങളും ഗൗരവമുള്ളതും ഏറെ നൂലാമാലകളുള്ളതും ക്ലേശകരമായ ജീവിതാവസ്ഥ ഉള്ളതുമായിരുന്നു. എന്നാൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം നയിക്കുന്നതിലൂടെയും ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെയും അച്ഛൻ പറയുന്നത് പോലെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ വിഷയങ്ങളെ അമ്മ മാതാവിന് സമർപ്പിച്ചതിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. 2 സാക്ഷ്യങ്ങൾ അത് സ്ഥലസംബന്ധമായ സാക്ഷ്യങ്ങളാണ്. സഹോദരി പറഞ്ഞു, ആദ്യത്തേത് ഭവനം വെച്ച് 40 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. അത് സ്ഥലം വിൽക്കുവാൻ നോക്കി ഒരു തരത്തിലും നടക്കുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് കൈവെപ്പ് ശുശ്രൂഷയുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും
അച്ഛൻ കൈമാറിയ കാശുരൂപം അത് ആ പുരയിടത്തിൽ കുഴിച്ചിടുകയും 4 അതിരുകളിൽ ഉപ്പ് നിക്ഷേപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ വലിയ വിലയ്ക്ക്, നല്ല വിലയ്ക്ക് ആ സ്ഥലം വിറ്റുപോവുകയും കടബാധ്യതകളിൽ നിന്ന് മോചിതയാവുകയും ചെയ്തു. രണ്ടാമത്തത് ഒരു പുരയിടം അത് കണ്ടമായി കിടക്കുകയാണ്, അത് നിലമായി കിടക്കുന്നു. അതിന് ഒത്തിരി മുൻപുള്ള അവകാശികൾ പൂർവികരുടെ പല പേരുകളിൽ കിടക്കുന്നു. അത് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും പോക്കുവരവ് ചെയ്ത് ലഭിച്ചിട്ടില്ല. ഏറെ ക്ലേശപൂർണമായ നീണ്ടു പോകാവുന്ന, ഏറെ വർഷങ്ങളെടുക്കുന്ന, ഒത്തിരി പേരുടെ കൺസെൻ്റ് ആവശ്യമുള്ള, വളരെ വിഷമം പിടിച്ച ഒരു ഭൂമി സംബന്ധമായ നടപടിയാണ് സഹോദരി അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത്. ആ വിഷയത്തിനും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ കാശുരൂപം കൊടുത്ത് ആ കണ്ടത്തിൻ്റെ നടുവിൽ കുഴിച്ചിടുവാനും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാനും 4 അതിരിലും ഉപ്പ് വിതറിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണയിൽ എന്ത് കെട്ടുപാടും, ആർക്കും പരിഹരിക്കാനാവാത്ത വിഷയങ്ങളും എത്ര ഓഫീസർമാർ കണ്ടിട്ടും അവരെ ഫയലുകൾ മാറ്റിവെച്ചും ഒത്തിരി തടസ്സങ്ങൾ പറഞ്ഞും മുന്നോട്ട് പോകുന്ന ഈ വിഷയത്തിന്മേൽ ദൈവികമായ തീരുമാനത്തിന് വേണ്ടി മകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, അന്ന് വരെ ചെല്ലുമ്പോഴും പോയി വെറുതെ തിരികെ പോരാമെന്നല്ലാതെ ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. എന്നാൽ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും കണ്ടെത്തിയത് ഉപ്പ് വിതറുകയും കാശുരൂപം കുഴിച്ചിടുകയും ചെയ്തിട്ട് വില്ലേജ് ഓഫീസറെ ചെന്ന് കണ്ടപ്പോൾ അവിടെ ഇരിക്കുവാൻ പറഞ്ഞ ഫയൽ നോക്കി, ഫയലിലുണ്ടായിരുന്ന മുഴുവൻ കുരുക്കുകളെയും കണ്ടു. വലിയ ഗൗരവമുള്ള പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. 2 ദിവസം കഴിഞ്ഞ് ഇത് പരിഹാരം നമുക്ക് നോക്കാമെന്നറിയിക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ സഹോദരിയെ വിളിച്ചിട്ട് അത് പോക്കുവരവ് ചെയ്തത് അറിയിക്കുകയും ചെയ്യുന്നു. വർഷങ്ങളായി നടക്കാത്തൊരു പ്രശ്നം, വർഷങ്ങൾ കഴിഞ്ഞാലും നേടിയെടുക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം, അത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ നിസ്സാരമായി വിഷയങ്ങൾ 2 ഭൂമി സംബന്ധമായ വിഷയങ്ങളും പരിഹരിക്കപ്പെടുകയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അമ്മ മാതാവ് ശുഭകരമാക്കി നൽകുകയും ചെയ്യുന്നു. അതിനെയാണ് ഗൗരവത്തോടുകൂടി മകൾ സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, വർഷങ്ങളായിട്ടുള്ള അലർജിയുടെ അസുഖം, കലശലായ ചുമ, അത് ഉടമ്പടി നൃത്തവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഉള്ളിൽ സേവിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായി മാറി സൗഖ്യപ്പെട്ടതിനെയും സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നാം ഉടമ്പടിയിലേക്ക് ജീവിതം കൊടുത്തു കഴിയുമ്പോൾ ഉടമ്പടി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. അത് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് വിഷയങ്ങളുണ്ടോ, നമ്മുടെ നിയോഗങ്ങൾ എന്താണോ, ആ നിയോഗങ്ങളുടെ മേൽ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള പരിശ്രമങ്ങൾ അതെപ്പോഴും ഫലസിദ്ധിയുള്ളതായി അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കും. അതിൽ അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയും അച്ഛൻ നൽകുന്ന നിർദ്ദേശങ്ങളും അത് സംശയം കൂടാതെ ഹൃദയത്തിൽ സ്വീകരിക്കുമെങ്കിൽ അച്ചിട്ടതുപോലെ അനുഭവം നമുക്ക് അനുഗ്രഹമാകുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ നേർച്ചവസ്തുക്കളുടെ പ്രയോഗം അത് എനിക്ക് അനുഗ്രഹത്തിന് കാരണമാണെന്ന് നാം വിശ്വസിച്ചുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ ജോസഫ് അച്ഛൻ്റെ നാളിതുവരെയുള്ള പൗരോഹിത്യ ശുശ്രൂഷയുടെ ആത്മീയ കൃപയിലും ബലത്തിലും അമ്മ മാതാവിനോടും ഈശോയോടും അച്ഛൻ പുലർത്തുന്ന അഭേദ്യമായ ബന്ധത്തിലും ആശീർവദിച്ചനുഗ്രഹിച്ച് ശാക്തീകരിച്ച് കൈമാറുന്നതാണ് ഓരോ നേർച്ചവസ്തുവും. അത് അതേ വിശ്വാസത്തോടെ ഇത് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന ബോധ്യത്തോടുകൂടി സ്വീകരിക്കുന്നുവെങ്കിൽ അത് രോഗങ്ങൾ സൗഖ്യപ്പെടുന്നത്, ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത്, അത്ഭുതകരമായ അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി അമ്മ മാതാവ് നേടിത്തരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവച്ചത്. നമ്മുടെ ജീവിത വിഷയങ്ങൾ എത്ര തന്നെ പഴയതാവട്ടെ, എത്ര തന്നെ ഗൗരവമുള്ളതാവട്ടെ, എത്ര തന്നെ മറ്റുള്ളവർ ഉപേക്ഷിച്ചതാവട്ടെ, അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിച്ച് അത് നേടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടിയുടെ എല്ലാ പ്രവൃത്തികളും വിശ്വസ്തതയിൽ നമുക്ക് നിർവഹിക്കാം. സഹോദരിക്ക് ലഭിച്ച ഈ അനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.